നമസ്കാരം. കർമ്മ ന്യൂസിന്റെ ഈ ചർച്ചയിലേക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും പറയും, എന്തും അഭിപ്രായം പറയും, പൊതു അഭിപ്രായങ്ങളും പറയും, എല്ലാം പറയും. അതെ, ഒരു ജനാധിപത്യ രാജ്യമാണ്. അതെ, അതുകൊണ്ട് നമ്മൾ ഇത്തിരി അധിക പ്രസംഗികളായിരിക്കും. എന്തായാലും ഇന്ന് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. ജോലി സംബന്ധമായിട്ട് ഒരു വാർത്ത ചെയ്തതിന്റെ ഭാഗമായിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു ചരിത്രം സുദർശനുണ്ട്. എന്നാൽ അത് പലപ്പോഴും എനിക്ക് അതിശയം തോന്നിയിട്ടുള്ള കാര്യം, അത് വളരെ അഭിമാനത്തോടു കൂടിയത്, യാതൊരു വിഷമവും ഇല്ലാതെയൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് സുദർശൻ. അതുകൊണ്ട് തന്നെ പോലീസ് കേസ് നിൽക്കുമ്പോൾ ഇപ്പൊ എനിക്കും ഭയമില്ല, കുറച്ച് നാളായിട്ട് സുദർശനായിട്ടുള്ള ഈ ഒരു അടുപ്പം കാരണം. എന്റെ ചോദ്യം അതല്ല, അന്ന് ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഗ്ലാമർ കൂടിയായിരുന്നു. ഗ്ലാമർ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടേണ്ടതാണ്. പിന്നെ ഞാനൊരു സസ്യാഹാരി ആയതുകൊണ്ടും എനിക്ക് മട്ടണും ചിക്കനും മീനും ഒന്നും ഒരുപാട് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടും പിന്നെ രോഗാവസ്ഥ വന്നു, ചിക്കൻ ബോക്സ് വന്നു ജയിലിൽ കിടന്നപ്പോൾ. അന്നേരം വിശപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എന്റെ ഗ്ലാമർ അധികം കൂടിയില്ല. പക്ഷെ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന സുമേഷ് മാർക്കോപ്പോളയുടെ അടക്കം നല്ല ഗ്ലാമറും വെയിറ്റും കൂടി. അതങ്ങനെയാണ്. കാരണം വളരെ സുഭിക്ഷമായ ഭക്ഷണം. മട്ടൺ എന്നൊക്കെ പറഞ്ഞാൽ അവര് പറയുന്നത് കേൾക്കാം, 120 ഗ്രാം മട്ടൺ ആഴ്ചയിൽ ഒരു ദിവസം. ചിക്കൻ, മീൻ കറി, മീൻ വറുത്തത്, മീൻ പൊരിച്ചത്, ഇതൊക്കെ തന്നെ കൃത്യം. കൂടെ നല്ല വെജിറ്റേറിയൻ ഫുഡ്, ചക്ക അവിയല്, അതുപോലെ സാധാരണ ഒരുപാട് പച്ചക്കറി ഇട്ട അവിയല്, പിന്നെ കപ്പ പുഴുക്ക്, അതുപോലെ തന്നെ നല്ല രസം, പുളിശ്ശേരി, സാമ്പാർ, പിന്നെ ചപ്പാത്തി. നമ്മള് ഈ ജയിലിൽ ഇങ്ങനെ ഒരു ഭാഗമായിട്ട് വന്നതെന്നുള്ളത് നമ്മൾ മറക്കുമല്ലേ? മറന്നു പോകും. കാരണം ഭക്ഷണം കഴിക്കാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. കാരണം വേറെ പണിയൊന്നുമില്ല, ചുമ്മാ ഇരിക്കല്ലേ. എന്തായാലും ഇനിയിപ്പോ അതിനൊക്കെ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. നമ്മുടെ ശ്രീജിത്ത് സാർ അതിനൊരു മാറ്റം വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുക. അദ്ദേഹം പറയുന്നത് ഈ മട്ടൺ അങ്ങനെയുള്ള ഫുഡൊക്കെ നമുക്ക് മാറ്റണം, അത് ദുർമേധസ് ഉണ്ടാക്കും, അത് വേണ്ട എന്നാണ് പറയുന്നത്. അതിൽ ഈ രോഗികളായവരും കൊണ്ട് അവരെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് എല്ലാ മെനു പരിഷ്കരിക്കണം എന്ന് പറയുന്നതിനോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ചെലവ് ചുരുക്കുക എന്നത് തന്നെയാണ് പ്രധാനം. തീർച്ചയായിട്ടും അത് വളരെ സ്വീകാര്യമായ ഒരു കാര്യം തന്നെയാണ് ജയിൽ മേധാവി ശ്രീജിത്ത് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നതിലും അതുപോലെ ജനകീയമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഒക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞത് കുറെ കാര്യങ്ങൾ, അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും അതിന്റെ പോസിറ്റീവ് സെൻസ് തന്നെയാണ് പുറത്ത് കാണിക്കുന്നത്. ഈ കവിത പറഞ്ഞതുപോലെ ചെലവ് ചുരുക്കുക. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ രോഗികൾ ആയിരിക്കുന്ന തടവുകാരുണ്ട്, അവരുടെ ക്ഷേമം കൂടെ അന്വേഷിക്കണം. അവരുടെ ആരോഗ്യം കൂടുതൽ മോശമാവാൻ പാടില്ല, സാധ്യതയുണ്ട്. പിന്നെ ഈ മട്ടൺ എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ് ആണ്. റെഡ് മീറ്റ് അധികം കഴിക്കുന്നത് ഒരു നല്ലതല്ല. അപ്പം ആരോഗ്യപരമായ ഭക്ഷണം, പോഷകപ്രദമായ ഭക്ഷണം, അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അത് ജയിലിൽ നടപ്പാക്കുക തന്നെ വേണം. ഒപ്പം ഇപ്പം കഴിഞ്ഞ സർക്കാർ വന്നപ്പം ജയിലിലെ ആൾക്കാരുടെയൊക്കെ ജോലി ചെയ്യുന്നവരുടെ ശമ്പളം ക്രമാതീതമായിട്ട് വർദ്ധിപ്പിച്ചു. അതും അത്രയും വേണം എന്ന അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടില്ല കേട്ടോ. കവിതയ്ക്ക് ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായമായിരിക്കും. പക്ഷേ ജയിലിൽ കാരണം അവർ അതിനനുസരിച്ചുള്ള ജോലിയെ ചെയ്യുന്നുള്ളൂ. കാരണം എന്നും എപ്പോഴും എല്ലാ ജോലിയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന, കുക്കായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, ക്ലീനിങ് സ്റ്റാഫിന് ഒക്കെ തന്നെ അത്യാവശ്യം ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്താലും കുഴപ്പമില്ല. അതേക്കുറിച്ച് കൂടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഒക്കെ ഒന്ന് പുനരാലോചിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയായാലും ഈ ഭക്ഷണക്രമത്തിലും ഈ ജയിലിലെ ദൈനംദിന ജീവിതക്രമത്തിലും ഒക്കെ ഒരു മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതെ, അതായത് ഇപ്പോ ഗോവിന്ദസ്വാമി വന്നപ്പോഴാണ് ശരിക്കും നമ്മളെല്ലാവരും ഇത്രയും നല്ല ഫുഡ്, പണ്ടൊക്കെ പറയും ഉണ്ട തിന്നേണ്ടി വരും ജയിലിൽ പോയാൽ എന്നാണ്. അതൊക്കെ മാറി ഇത്രയും നല്ല ഫുഡ്, അവനൊക്കെ എത്ര സുന്ദരനായിട്ടല്ലേ പുറത്തിറങ്ങി വന്നത്. ഗോതമ്പ് പൊടി ഉപ്പും കൂട്ടി കുഴച്ച് വെറുതെ വേവിച്ച്, അതാണ് ഗോതമ്പുണ്ട, അതായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ചോറും കറികളുമായി. പിന്നെ ഇപ്പം പറയുന്ന പോലെ ആഴ്ചയിലൊരിക്കൽ മട്ടൺ, ശനിയാഴ്ചയാണ് മട്ടൺ കിട്ടുന്നത്, തിങ്കളാഴ്ച മീനാണ്, മീനും മീൻ കറി അല്ലെങ്കിൽ മീൻ പൊരിച്ചത്, ബുധനാഴ്ച ചിക്കനാണ്, ചിക്കൻ ഫ്രൈ ഉണ്ടാവും, ചിക്കൻ കറി ഉണ്ടാകും. പിന്നെ വിശേഷ ദിവസങ്ങൾ വന്നാൽ ക്രിസ്മസ്, ഓണം ഒക്കെ വന്നു കഴിഞ്ഞാൽ ബിരിയാണി, നെയ്ച്ചോറ്, കോഴി പൊരിച്ചത്, എല്ലാ സാധനങ്ങളും, മുട്ട പൊരിച്ചത്, എല്ലാ സാധനങ്ങളും അത് വേണം കൊടുത്തോട്ടെ. ഈ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ സദ്യയായിട്ടോ എന്തെങ്കിലും കൊടുത്തോട്ടെ. പക്ഷെ ഈ ദൈനംദിന ജീവിതത്തിൽ ഈ വലിയ സദ്യ ഒരു ഫുഡിന്റെ ഭാഗമാക്കുന്ന മറ്റൊരു കാര്യം കവിത, ജയില് കറക്ഷണൽ സെന്റേഴ്സ് ആണ് അല്ലേ? അത് സുഖവാസ കേന്ദ്രങ്ങളല്ല, റിസോർട്ടല്ല. അപ്പൊ പിന്നെ അതനുസരിച്ച് ഉള്ളത് തന്നെ വേണമെങ്കിൽ കഞ്ഞിയും പുഴുക്കോ അല്ലെ കഞ്ഞിയും പയറും ഒക്കെ എല്ലാവർക്കും, ഈ നോൺ വെജിറ്റേറിയൻ എന്നുള്ള പരിഗണനയൊന്നും കൊടുക്കണ്ട. എല്ലാവർക്കും വെജിറ്റേറിയൻ ഫുഡ്, എല്ലാവർക്കും വെജിറ്റേറിയൻ ആകാമല്ലോ. അങ്ങനെ ഒരു ധാരണയിലേക്ക് പോകണം. പിന്നെ സുദർശൻ പറഞ്ഞ പോലെ തന്നെ ഈ പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ നമുക്കൊരു സ്പെഷ്യൽ ഫുഡ്, അത് ഓക്കെ. അല്ലാതെ ഈ പറഞ്ഞ പോലെ തെറ്റ് കണ്ട് കുറ്റവാളികളായി അവിടെ ചെല്ലുന്നവർക്ക് രാജകീയ സുഖം കൊടുക്കാന്ന് പറഞ്ഞാൽ, ഒരു കൊലപാതകി തിന്നുന്ന മട്ടണും നമ്മുടെ പണം കൊണ്ടാ. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പണം കൊണ്ടാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. അപ്പം ഒരു കൊലപാതകയായാലും ഒരു ബലാത്സംഗക്കാരനായാലും ഒരു രാജ്യദ്രോഹിയായാലും ഒക്കെ തന്നെ അവൻ തിന്നുന്ന മട്ടണിലൊക്കെ തന്നെ നമ്മുടെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കും. അതൊരു വികാരപരമായ ഒരു കാര്യം കൂടിയാണ്.
പിന്നൊരു കാര്യമുണ്ട് കവിത, ഈ ഭക്ഷണം കഴിക്കാനും ഈ ശമ്പളം കൂലി മേടിക്കാനുമായിട്ട് മനഃപൂർവ്വം കുറ്റങ്ങൾ ചെയ്ത് അവിടെ വരുന്ന കുറെ ആൾക്കാരെ ഞാൻ പരിചയം, കൂടുതലും അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. 6 മാസത്തെ ഈ മോഷണ ശ്രമം, അതായത് ഒരു വീടിന്റെ ജനലിന്റെ അവിടെ എത്തി നോക്കും, അപ്പം അവർ കംപ്ലൈന്റ് ഒന്ന് പിടിച്ചോടും, മോഷണ ശ്രമം, ഇവ കുറ്റം സമ്മതിക്കും, 6 മാസമാണ് തടവ്. 6 മാസം അവന് കൂലിയും കിട്ടും, ജോലിയും കിട്ടും, ഈ വിഭവസമർത്ഥമായ സദ്യയും, അവൻ കൂളായിട്ട് അവന്റെ നാട്ടിൽ പോയിട്ട് വരും, പോയിട്ട് വന്നിട്ട് അടുത്ത വീടിന്റെ ജനലിന്റെ അവിടെ എത്തി നോക്കും. അല്ല എന്തായാലും ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എന്തായാലും അതെ, എന്തായാലും ശ്രീജിത്ത് സാറിന്റെ ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു തീരുമാനം ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു ഒരു പരിവർത്തനത്തിന്റെ, ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ട്. ഇപ്പം ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യരാണ്, അവർക്ക് സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റുപറ്റുന്നവരാകാം, അല്ലെങ്കിൽ ആ രീതിയിൽ എത്തിപ്പെടുന്നതാകാം കുറ്റകൃത്യങ്ങളിൽ. എന്തൊക്കെയായാലും അവരെ മനുഷ്യത്വപരമായി സമീപിക്കണം, അവർക്ക് ആവശ്യമുള്ള ആഹാരം കൊടുക്കണം, അവരുടെ ആരോഗ്യം നോക്കണം, അവരുടെ പോഷകാഹാര രീതികൾ നോക്കണം, ഒക്കെ നോക്കണം, ശരിയാണ്. പക്ഷേ ഈ നിലവില്ലാത്ത രീതിയിലുള്ള ഈ ഒരുതരം ഭക്ഷണ സംസ്കാരം ജയിലുകളിൽ അനുവദിക്കുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെ നോക്കിയാലും, നമ്മുടെ ചെലവിന്റെ നോക്കിയാലും ശരി, അത് നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ നോക്കിയാലും ഒക്കെ തന്നെ, ജയിലിൽ പോയ സുഖമായല്ലോ, ഭക്ഷണം സുഖമല്ലേ. ഞാനിത് മറ്റൊരു മാധ്യമത്തിൽ ജോലി ചെയ്തപ്പോൾ ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്, നല്ല ഭക്ഷണമാണ്, നല്ല രീതിയിലുള്ള അപ്പൊ അതിന് താഴെ വന്നൊരു കമന്റ് ആണ്, നമ്പൂരി മനുഷ്യനെ ജയിലിലേക്ക് വിടാൻ പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ, അതിനുവേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണല്ലോ. ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തന്നെ കുറ്റം ചെയ്ത് ജയിലിൽ പോയി കിടക്കണം എന്ന് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കില്ലേ എന്ന് തമാശകളാണ് കമന്റ് ഇട്ട് ഓർക്കുന്നു. അതല്ല വേണ്ടത്. ഇതിനകത്തൊക്കെ കറക്ഷണൽ സെന്റേഴ്സുകൾ, അതായത് ഒരു വ്യക്തി കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അയാളെ തിരുത്തി നല്ല വ്യക്തിയാക്കി മാറ്റാൻ, അയാളെ ആ കുറ്റത്തിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റി ഒരു നല്ല വ്യക്തിയാക്കി, നല്ല മനുഷ്യനാക്കി മാറ്റാൻ വേണ്ട നടപടികളാണ് ജയിൽ സംസ്കാരത്തിൽ ഉണ്ടാകേണ്ടത്. ജയിലെന്ന് പറയുക തന്നെ തെറ്റാണ് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. കറക്ഷണൽ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ മതി, പ്രസൻ എന്ന് പറയേണ്ട എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. എന്തൊക്കെയായാലും ഈ ജയിൽ മേധാവി എസ് ശ്രീജിത്ത് IPS അദ്ദേഹം മുമ്പോട്ട് വെച്ച ഈ ഒരു കാര്യത്തെ എല്ലാവരും ഹൃദയം തുറന്ന് സ്വീകരിക്കും എന്നതിൽ സംശയമില്ല. എന്തായാലും മട്ടൺ കൊടുക്കണം അല്ലെങ്കിൽ ചിക്കൻ കൊടുക്കണം തടവ് പുള്ളികൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് CPM-കാർ സമരത്തിന് വരുമെന്ന് ഇപ്പൊ തോന്നുന്നില്ല. ഇനി വരുമായിരിക്കും, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, അതൊരു നല്ല തീരുമാനമായിട്ട് തന്നെ, ഒരു പുതിയ തീരുമാനമായിട്ട്, ഒരു പുതിയ എല്ലാത്തിലും ഗുണപരമായൊരു തീരുമാനമായിട്ട് വേണം നമുക്കതിനെ കരുതാനായിട്ട്. പണ്ടുള്ളവർ പറയും, അഹങ്കരിക്കുമ്പോൾ കഴിച്ച ഭക്ഷണം എല്ലിൻ്റെ ഇടയിൽ കുത്തുന്നു. അപ്പോൾ എന്തായാലും ഈ ജയിലിലും ഭക്ഷണത്തിലും ഒരു കൺട്രോൾ വെക്കുക, അത് നല്ലൊരു തീരുമാനമാണ്. കുറ്റവാളികളുടെ എല്ലിൻ്റെ ഇടയിൽ കഴിച്ച ഭക്ഷണം കുത്തരുത്. വീടിനെ മിസ് ചെയ്യണം, വീട്ടിലെ നല്ല ഫുഡ് മിസ് ചെയ്യണം. അങ്ങനെ തിരിച്ച് നാട്ടിൽ വന്ന് നല്ല ആൾക്കാരായി ജീവിക്കാൻ പറ്റുന്ന കറക്ഷണൽ സെന്റർ ആകുന്നത് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ്. എന്തായാലും ഈ തീരുമാനത്തിന് ഒരുപാട് കയ്യടി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും ഞങ്ങൾ വരും. അതുവരേക്കും നമസ്കാരം.